ഇന്ത്യയുടെ ഏത് കോണിലായിരുന്നാലും ഒരു പക്ഷിയെങ്കിലും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവണം. പക്ഷികൾ എപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ എന്താണ് അവയുടെ നിലവിലത്തെ സ്ഥിതി? അവരുടെ അവസ്ഥ മെച്ചപ്പെടുകയാണോ അതോ മോശമാവുകയാണോ? 2022 ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ പക്ഷികളുടെ സ്ഥിതി വിവര റിപ്പോർട്ടിന്റെ 5ാം പതിപ്പ് പുറത്തിറക്കി. ആ റിപ്പോർട്ടിലെ ഫലങ്ങൾ ആശങ്കാജനകമാണ്. ലോകത്തിലെ 49% പക്ഷികളും മുൻപത്തെ അത്ര സുലഭമായി കാണപ്പെടുന്നില്ല. 8-1 ഇനങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നു. 6% ഇനങ്ങൾ മാത്രമാണ് വർധനവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. 1970 മുതൽ വടക്കേ അമേരിക്കയിൽ മാത്രം പക്ഷികളുടെ എണ്ണത്തിൽ 290 കോടിയുടെ കുറവ് വന്നു. യൂറോപ്പിൽ 60 കോടി കുറവുണ്ടായി. ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള കണക്കുകൾ ആശങ്കയുണർത്തുന്നവയാണ്. ലോകത്തിലെ തന്നെ പക്ഷികളുടെ സ്ഥിതി ഇത്ര മോശമാണെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ലോകത്തിലെ പക്ഷി ഇനങ്ങളുടെ 10-1 ഇന്ത്യയിൽ കാണപ്പെടുന്നു. 30 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഇന്ത്യയിലെ 100 കണക്കിന് പക്ഷി ഇനങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഭാഗ്യവശാൽ ഇന്ത്യയിലെ പക്ഷി നിരീക്ഷകർ വർഷങ്ങളായി പൊതു ഡാറ്റാബേസിലേക്ക് അവരുടെ നിരീക്ഷണങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 3 കോടിയിലധികം നിരീക്ഷണങ്ങൾ ചേർത്തുവെച്ച് സർക്കാരിതര സ്ഥാപനങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും പങ്കാളിത്തത്തോടെ ഇന്ത്യയിലെ പക്ഷികളുടെ സ്ഥിതി വിശകലനം ചെയ്യുന്ന ഒരു വിശദ റിപ്പോർട്ടിന് രൂപം നൽകി. This report talks about the status of 942 Indian birds. All these observations were uploaded to eBird, which is an online platform. The report is largely based on the citizens' contributions, and it's impossible without the contribution of people power, and that's the beauty of citizen science. പൗരശാസ്ത്ര പ്രവർത്തനങ്ങളിലൂടെ ലഭ്യമായ വിവരങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ പക്ഷികളുടെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് കാലികമായ അറിവ് നൽകുന്നതിൽ അനിവാര്യമാണ്. എന്നാൽ ഈ ഫലങ്ങൾ കൗതുകത്തോടൊപ്പം ആശങ്കയും ഉണർത്തുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. നമ്മുടെ രാജ്യത്തുള്ളതിൽ ഏറ്റവും വേഗം പെരുകുന്ന പക്ഷികളിൽ ഒന്നാണ് മയിൽ. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇവ വടക്ക് ഹിമാലയം വരെയും പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഒരു കാലത്ത് മയിൽ അപൂർവ പക്ഷിയായിരുന്ന കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും അവ സ്ഥിരം കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ കാലയളവിൽ നാട്ടുകുയിലുകൾ ഏതാണ്ട് ഇരട്ടിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പക്ഷികളുടെ കാര്യത്തിൽ സ്ഥിതി മറിച്ചാണ്. തുറസായ സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്ന നാട്ടുപനങ്കാക്കകളുടെ എണ്ണം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്ക എരണ്ട ഇനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെ. So the state of India's birds is primarily determined through 3 indices. There's a long-term trend, which is a comparison of the trend today versus what it was before 2000. There's a current annual trend, which is a metric that looks at what the current status of the bird is. It may have declined or increased in the long term, but what is happening to it today? And this is an annual change over the last 7 years. Then the third metric is distribution range size. How much area in the country does it occupy? So the understanding here is that a species that is more restricted is of greater priority than a species that is more widespread. ഇന്ത്യൻ പക്ഷികളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തേണ്ട ആവശ്യകതയിലേക്കായി 3 സൂചികകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് 3 തലങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ സൂചികയും ഒരു കൂട്ടം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, ദീർഘകാല നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷി ഇനത്തിന്റെ എണ്ണത്തിൽ 50%-ലേറെ ഇടിവുണ്ടായാലോ ഹ്രസ്വകാലത്തിൽ പ്രതിവർഷം 2.7%-ലേറെ കുറവുണ്ടായാലോ ആ പക്ഷിയിനത്തിന്റെ എണ്ണം ദ്രുതഗതിയിൽ കുറയുന്നതായി കണക്കാക്കപ്പെടുന്നു. ഒരു പക്ഷി ഇനത്തെ രാജ്യത്തിന്റെ 7500 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയുള്ള ഭൂപ്രദേശങ്ങളിൽ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂവെങ്കിൽ അവയെ വളരെ നിയന്ത്രിതമായ ഭൂപ്രദേശത്ത് കാണുന്നവയായി തരംതിരിച്ചിരിക്കുന്നു. അതേസമയം 10 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിന് മുകളിലുള്ള ഭൂപ്രദേശത്ത് കാണുന്നവയെ വ്യാപകമായി കാണപ്പെടുന്ന പക്ഷിയായും കണക്കാക്കുന്നു. ഈ മാനദണ്ഡങ്ങൾക്ക് പുറമെ IUCN വർഗീകരണവും കണക്കിലെടുത്താണ്
ഒരു പക്ഷിയിനത്തിന്റെ സംരക്ഷണാവസ്ഥ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് രാജ്യത്താകമാനം കാണപ്പെടുന്ന പക്ഷികളുടെ സംരക്ഷണത്തിനുള്ള മുൻഗണന പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനും വേണ്ട പ്രത്യേക പട്ടികയും നിർമ്മിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഓരോ സംസ്ഥാനത്തിനും സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ട 4 പക്ഷി ഇനങ്ങളെയും പരാമർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഓരോ പ്രദേശത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. റേഞ്ച് മാപ്പുകൾ ഉൾപ്പെടെ നിരവധി വിശദാംശങ്ങളും ഇത് നൽകുന്നു. പക്ഷികളുടെ ആവാസ വ്യവസ്ഥ, ഭക്ഷണരീതി, സ്വഭാവ സവിശേഷതകൾ തുടങ്ങിയ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവയുടെ സ്ഥിതി വിവരങ്ങളുടെ പ്രവണതയും റിപ്പോർട്ടിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പക്ഷികളുടെ നിലനിൽപ്പ് പരിശോധിക്കുമ്പോൾ എല്ലാ ആവാസ വ്യവസ്ഥകളിലും കാണപ്പെടുന്ന പക്ഷികൾക്ക് വലിയ ഭീഷണികളൊന്നും കാണുന്നില്ലെങ്കിലും സവിശേഷ ആവാസ വ്യവസ്ഥകളിൽ മാത്രം കാണപ്പെടുന്ന പക്ഷികളുടെ എണ്ണത്തിൽ ക്രമാതീതമായുള്ള കുറവാണ് കണ്ടുവരുന്നത്. ഇത് ഏറ്റവും പ്രകടമായി കാണുന്നത് പുൽമേടുകളിൽ കാണപ്പെടുന്ന പക്ഷികളിലാണ്. പുൽമേടുകൾ നേരിടുന്ന ഭീഷണികളുടെ പ്രതിഫലനമാകാം ഇത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ നമ്മുടെ രാജ്യത്തെ ദേശാടകരായ പക്ഷികളുടെ പ്രിയപ്പെട്ട ഇടത്താവളമാക്കിയിട്ടുണ്ട്. ചില ഇനം ദേശാടന പക്ഷികൾ മുഴുവൻ എണ്ണവും ഇവിടെ തങ്ങിയ ശേഷമാണ് തിരിച്ചു പോവുക. ഇന്ത്യക്കുള്ളിൽ സമതലങ്ങളിൽ നിന്ന് മലകളിലേക്കും തിരിച്ചും ദേശാടനം ചെയ്യുന്നവരും ഹ്രസ്വദൂര ദേശാടകരും എണ്ണത്തിൽ കുറയുന്നുണ്ടെങ്കിലും ദീർഘദൂര ദേശാടകരുടെ എണ്ണത്തിലുള്ള അത്ര കുറവ് ഇവയിൽ കാണുന്നില്ല. ആഗോളതലത്തിൽ നിരീക്ഷിച്ച പ്രവണതകൾക്ക് അനുസൃതമായി ആർട്ടിക് പ്രദേശങ്ങളിൽ പ്രജനനം നടത്തുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇവയുടെ എണ്ണത്തിൽ ഏതാണ്ട് 80% കുറവുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷികളെ തരം തിരിക്കുമ്പോഴും വിലപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നു. പഴങ്ങളും തേനും ഭക്ഷിച്ച് ജീവിക്കുന്ന പക്ഷികളുടെ സ്ഥിതി വളരെ മെച്ചമാണ്. ഇത് കടുത്ത മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഇത്തരം പക്ഷികൾക്ക് വേണ്ട ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ടാകാം. നേരെ മറിച്ച് പരുന്തുവർഗ്ഗക്കാരുടെയും കഴുകന്മാരുടെയും എണ്ണം അതിവേഗത്തിൽ തന്നെ കുറയുന്നു. ചെറുപ്രാണികളെ തിന്നുന്ന പക്ഷികളുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രാണികളുടെ എണ്ണം കുറയുന്ന പശ്ചാത്തലത്തിൽ ഈ നിരീക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. The second iteration of the State of India's Birds reports has a very strong section on policy, recommendations and implications for conservation. We find that 178 birds in India are of high conservation concern, and we give general recommendations on how this can be dealt with as a society. We also have important conservation research and policy implications in almost every other section of the report. ഇന്ത്യയിലെ പക്ഷികളുടെ സ്ഥിതി വിവര റിപ്പോർട്ട് നമ്മുടെ പക്ഷികൾ നേരിടുന്ന ചില പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവയ്ക്ക് ഉതകുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. So overall, I think that the SOIB report is a very useful reference and guide for researchers and scientists. I actually see this report as an invitation to ornithologists to take up important questions. Today, we definitely need better and clearer evidence collected over larger areas to guide our conservation policy. റിപ്പോർട്ട് പ്രിന്റ് പതിപ്പ് രൂപത്തിലും ഓൺലൈനായും ലഭ്യമാണ്. മാത്രമല്ല, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് ബേർഡ്സ് വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങളും വിലപ്പെട്ട മറ്റു വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ ഡേറ്റയിൽ നിന്നും കൂടുതൽ പ്രയോജനപ്രദമായ തദ്ദേശീയ റിപ്പോർട്ടുകളും മാപ്പുകളും നിർമ്മിക്കുന്നതിന് ഇതിന്റെ ഭാഗമായ മൈന എന്ന ഡെസ്ക്ടോപ്പ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയെമ്പാടുമുള്ള പക്ഷി നിരീക്ഷകർ പങ്കുവച്ച നിരീക്ഷണങ്ങളും അവയുപയോഗിച്ച് വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഡേറ്റാ വിശകലനവും വിശദമായ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. നമ്മുടെ പക്ഷികളുടെയും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന് ഇത്തരത്തിലുള്ള സാമൂഹിക പ്രയത്നങ്ങൾ അത്യന്താപേക്ഷിതമാണ്.